നമ്മൾ പുഡിംഗ് ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്ന പാത്രം ആദ്യം ഒന്ന് ഇച്ചിരി ഓയിലോ ബട്ടറോ എന്തെങ്കിലും ഉപയോഗിച്ച് ഒന്ന് ഗ്രീസ് ചെയ്തെടുക്കണം. ഇതാദ്യം തന്നെ ചെയ്ത് വെക്കാൻ ശ്രദ്ധിക്കണേ. ഇതാദ്യം തന്നെ ചെയ്ത് വെച്ചിട്ട് വേണം നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ട് തുടങ്ങാനായിട്ട്. ഇനി നമുക്ക് പുഡിംഗ് ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. ഇനി നമുക്ക് ആദ്യം കാരമൽ ചെയ്യാം. അതിനായിട്ട് ഞാനൊരു പാത്രം വെച്ചിട്ടുണ്ട്. നമുക്ക് സ്റ്റൗ ഓൺ ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിനകത്തിലേക്ക് ഒരു 1/4 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മൾ ഇറക്കിയൊന്നും കൊടുക്കണ്ട, ഇത് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ നാക്കി കൊടുത്താൽ മതി. ഈ അങ്ങ് ഒരുപാട് കൂട്ടിയിടുകയും വേണ്ട, എല്ലാം ഇത് ക്യാരമലായി വരട്ടെ. ക്യാരമലാകുമ്പോൾ ഒരു കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി, ഒരുപാടങ്ങ് കരിഞ്ഞു പോകരുത്. ഈ ക്യാരമലായി കഴിഞ്ഞാൽ ഉടനെ തന്നെ നമ്മൾ നേരത്തെ ഗ്രീസ് ചെയ്ത് വെച്ചിരിക്കുന്ന പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കണം. അതുകൊണ്ടാണ് ആദ്യമേ അത് പാത്രം നമ്മൾ റെഡിയാക്കി വെക്കണം. ഏത് പാത്രമാണ് നമ്മൾ ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത് ആ പാത്രം നമ്മൾ റെഡിയാക്കി വെക്കണം. ഇത് ചെയ്ത് കഴിഞ്ഞ് പെട്ടെന്ന് തന്നെ ഇത് സെറ്റായി പോകും. ഇതിപ്പോൾ ചെറുതായിട്ട് മെൽറ്റായി വരുന്നുണ്ട്. നമ്മൾ സ്പൂണൊന്നും ഇട്ട് ഇളക്കിയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, ഇത് ചെറുതായിട്ട് ഇങ്ങനെ ചുറ്റിച്ചു കൊടുത്താൽ മതി. ഇപ്പം നമ്മുടെ ഷുഗർ ക്യാരമലായിട്ടുണ്ട്. നമ്മൾ തീ ഓഫ് ചെയ്യണേ. നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് ആ പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമുക്കിനിയും പെട്ടെന്ന് തന്നെ ഇതിനകത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമ്മൾ ഫുൾ ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് മെല്ലെ ഇതൊന്ന് ചുറ്റിച്ചു കൊടുക്കാം. ഇനി നമുക്ക് 2 ടേബിൾ സ്പൂണ് കസ്റ്റാർഡ് പൗഡർ ഒന്ന് മിക്സ് ചെയ്ത് വെക്കണം. ഒരു 1/4 കപ്പ് വെള്ളത്തിൽ മിക്സ് ചെയ്തെടുക്കണം. ഈ കസ്റ്റാർഡ് പൗഡറിനകത്തിലേക്ക് 1/4 കപ്പ് വെള്ളവും കൂടെ ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ കസ്റ്റാർഡ് പൗഡർ നന്നായിട്ട് മിക്സായി എടുത്തിട്ടുണ്ട്. നമുക്ക് പുഡിംഗ് ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. അതിനായിട്ട് ഞാനൊരു പാത്രം വെച്ചിട്ടുണ്ട്. ഈ പാത്രത്തിലേക്ക് 2 കപ്പ് പാലാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. 250 ml 2 കപ്പ് പാൽ. ഈ പാലിലേക്ക് 1/2 കപ്പ് ഷുഗർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/2 കപ്പ് ഷുഗർ. ഇനി നമുക്ക് അടുത്തതായിട്ട് ഇതിനകത്തിലേക്ക് 1/4 കപ്പ് റവ ചേർത്ത് കൊടുക്കാം. വറുത്ത റവയായാലും വറുക്കാത്ത റവയായാലും കുഴപ്പമില്ല. ഇനി നമുക്ക് സ്റ്റൗ ഓൺ ചെയ്ത് കൊടുക്കാം. ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. തിളച്ച് വരട്ടെ. തീ മീഡിയം ഫ്ലെയിമിലിട്ടാൽ മതിയാവും. ഇതിപ്പം ചെറുതായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഈ സമയമൊക്കെ ആകുമ്പോൾ നമ്മൾ മിക്സ് ചെയ്ത് വെച്ചേക്കുന്ന കസ്റ്റാർഡ് പൗഡറും കൂടെ ചേർത്ത് കൊടുക്കാം. മിക്സ് ചെയ്തിട്ട് ചേർത്ത് തീ അങ്ങ് ഒരുപാട് കൂട്ടിയിടേണ്ട, ലോ ടു മീഡിയം ഫ്ലെയിമിൽ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കണം. ഇതിനകത്തിലേക്ക് നമ്മൾ കസ്റ്റാർഡ് ഒഴിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ തിക്കായിട്ട് വരും. അതുകൊണ്ട് കണ്ടിന്യൂസ് ആയിട്ട് കട്ട പിടിക്കാതെ ഇളക്കിക്കൊണ്ടിരിക്കണം. ഷുഗർ നമുക്ക് ഇഷ്ടാനുസരണം ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇതിപ്പോൾ കറക്റ്റ് മധുരമാണ്. ഇപ്പോൾ നമ്മുടെ പുഡിങ്ങിനുള്ള കൂട്ട് റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് പെട്ടെന്ന് തന്നെ തീ ഓഫ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇതാണ് ഇതിൻ്റെ ഒരു കൺസിസ്റ്റൻസി. ഇത് ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് പെട്ടെന്ന് തന്നെ നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ക്യാരമലിനകത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഈ കൂട്ട് ഇതിനകത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ നമ്മൾ ഫുള്ളും ഇതിനകത്തിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ചെറുതായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കണം. ഇനി നമുക്കിതൊന്ന് ചെറുതായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. ഇതിനകത്തിലെ ഉള്ളിലെ എയർ ബബിൾസൊക്കെ ഒന്ന് മാറാൻ വേണ്ടിയാണ് ഇത് ചെയ്ത് കൊടുക്കുന്നത്. ഇനി നമുക്കിതൊന്ന് കവർ ചെയ്ത് കൊടുക്കണം. കവർ ചെയ്ത് കൊടുക്കേണ്ട നിർബന്ധമാണ്. അല്ലെങ്കിൽ ഇതിനകത്തിലേക്ക് നമ്മൾ ഉണ്ടാക്കുമ്പോൾ ഉള്ള ആവിയുടെ വെള്ളം വീഴും. അത് കാരണം ഇതൊന്ന് കവർ ചെയ്ത് കൊടുക്കണം. ഏതെങ്കിലും ഒരു പാത്രം വെച്ച് കവർ ചെയ്ത് കൊടുത്താലും മതി. ഇപ്പം ഞാനൊരു അലൂമിനിയം ഫോയിൽ വെച്ച് കവർ ചെയ്ത് കൊടുക്കുകയാണ്. ഇനി നമുക്കിത് പെട്ടെന്ന് തന്നെ സ്റ്റീം ചെയ്തെടുക്കാം. പുഡിംഗ് ഉണ്ടാക്കുന്നതിന് വേണ്ടി ഞാൻ ഇങ്ങനത്തെ ഒരു പാത്രമാണ് എടുത്തേക്കുന്നത്. ഇങ്ങനത്തെ പാത്രം വേണമെന്നില്ല, ഇഡ്ഡലി തട്ടായാലും മതി. അതിനകത്തിലേക്ക് നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. നമുക്കിനി സ്റ്റൗ ഒന്ന് ഓൺ ചെയ്ത് കൊടുക്കാം. ഇനി ഇതിനകത്തിലേക്ക് ഒരു പാത്രം ഇറക്കി വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് വെച്ച് കൊടുക്കാം. ഇനി ഇതൊരു അരമണിക്കൂർ എടുക്കും നമുക്ക് സെറ്റായി കിട്ടാനായിട്ട്. അതിനുവേണ്ടി നമുക്കിതൊന്ന് അടച്ചു കൊടുക്കാം. ഇതിവിടെ ഇരിക്കട്ടെ. അരമണിക്കൂർ കഴിഞ്ഞ് നമുക്ക് നോക്കാം. ഇപ്പോൾ ഇതൊരു അരമണിക്കൂറായിട്ടുണ്ട്. നമുക്ക് തീ ഓഫ് ചെയ്ത് കൊടുക്കാം. തുറന്ന് വെളിയിലേക്ക് എടുക്കാവേ. ഇനി നമുക്കിതൊന്ന് തുറക്കാവേ. ഇതിപ്പോൾ നമ്മൾ മുറിക്കാനൊന്നും നിൽക്കരുത്. ഇതിപ്പോൾ വെന്തോന്നറിയാൻ വേണ്ടി നമ്മളിങ്ങനെ തൊട്ട് നോക്കുമ്പോൾ നമ്മുടെ കയ്യെ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ഇത് വെന്തിട്ടുണ്ട്.
ഇനി ഇതിപ്പം ഒന്നും ചെയ്യരുത്. ഇത് ഇതേപോലെ തന്നെ നമുക്കിതൊന്ന് അടച്ചിട്ട് ഫ്രിഡ്ജിൽ വെക്കാം. ഇതിപ്പോൾ ചെറുതായിട്ടൊന്ന് തണുത്തതിന് ശേഷം നമുക്കൊന്ന് ഫ്രിഡ്ജിൽ വെക്കാം. ഫ്രിഡ്ജിൽ വെച്ച് 2 മണിക്കൂറിന് ശേഷം നമുക്കിത് പുറത്തെടുത്ത് മുറിച്ചെടുക്കാവുന്നതാണ്. ഇപ്പോൾ 2 മണിക്കൂർ ആയിട്ടുണ്ട്. ഇത് ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തുകൊണ്ട് വന്നതാണ്. ഇനി നമുക്കിതൊന്ന് തുറന്നെടുക്കാം. അതിന് ശേഷം നമുക്കിതൊന്ന് ചെറുതായിട്ടൊന്ന് പിടിയിച്ച് കൊടുക്കാം. നമുക്ക് ഈ പാത്രത്തിലൊക്കെ മാറ്റി കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ പുഡിങ് റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്ത് നോക്കാം. ഇപ്പം നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ടാവും നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ നല്ല ടേസ്റ്റിയും കൂടിയാണ്. പിന്നെ നമ്മുടെ വീട്ടിൽ മുട്ടയൊന്നും ഇല്ലെങ്കിൽ പോലും നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാവുന്ന ഒരു റെസിപ്പിയും കൂടിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ മറക്കല്ലേ. താങ്ക്സ് ഫോർ വാച്ചിങ്.